എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പടവലങ്ങയും ഉണക്കച്ചെമ്മീനും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പടവലങ്ങ മാത്രമായിട്ട് തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവുകയില്ല. എന്നാൽ ഉണക്കച്ചെമ്മീനും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നും നോക്കാം. ഇവിടെ ഏകദേശം 100 ഗ്രാം ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തലയൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇത് ഒരു ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വേണം ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാൻ. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഏകദേശം 500 ഗ്രാം പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 സവോളയും 3 പച്ചമുളകും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആദ്യം തന്നെ പടവലങ്ങയുടെ അകത്തെ ഭാഗവും പുറത്തെ വെള്ള നിറമുള്ള ഭാഗവും നീക്കിക്കളയാം. പുറത്ത് കാണുന്ന വെള്ള നിറത്തിലുള്ള ഭാഗം നീക്കിക്കളഞ്ഞാൽ പടവലങ്ങ കൂടുതൽ ടേസ്റ്റായിട്ട് വരും. പച്ചക്കറി അരിഞ്ഞ് വൃത്തിയാക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഉണക്കച്ചെമ്മീനും ഇളക്കി കൊടുക്കാം. പച്ചക്കറി എല്ലാം ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെയൊന്ന് അരിഞ്ഞെടുക്കാം. പടവലങ്ങ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നടുവേ മുറിച്ചാണ് എടുത്തിരിക്കുന്നത്. കുട്ടികളൊക്കെയുള്ള വീട്ടിൽ ഇതുപോലെ മുളകിടുന്നതാണ് നല്ലത്. ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയമായപ്പോഴേക്ക് ഉണക്കച്ചെമ്മീൻ അതിൻ്റെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഉള്ളിയും മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഈ കൂട്ടം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം പടവലങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. തോരൻ ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുക്കണം. ഉണക്കച്ചെമ്മീനും പടവലങ്ങയും തോരൻ വെച്ചിട്ടില്ലാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത് ഷെയർ ചെയ്തും കൊടുക്കണം. ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.